വേറൊരു ലോകം നമുക്ക് കാണിച്ചു തരുന്നു. എന്നും അച്ഛനും അമ്മയും നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളാണ്. നമ്മെ അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു വരുന്നത് അധ്യാപകരാണ്. അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ദൈവത്തിനെ കണ്ട് ബഹുമാനിക്കേണ്ടതാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ആശയത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അമ്മയെ കുറിച്ചുള്ള 4 വരി കവിത ചൊല്ലിക്കണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അമ്മയാണ് ആത്മാവിൻ താളം, ആ നന്മയാണ് അറിവിന്റെ ലോകം. ഇതുപോലെ ഈശ്വര ജന്മം ഈ ഭൂമിക്ക് പാവനാണെന്നും. നന്ദി. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഏക ശ്ലോക രാമായണം. പൂർവം രാമതപോവനാദിഗാനം സത്വാമൃതം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തലം രാവണകുംഭകർണാനനം ഏതദ്ധി രാമായണം. രാമന്റെ വനയാത്ര, മായക്കലമാന്റെ വധം, രാവണന്റെ സീതാ അപഹരണം, അത് കടന്ന് some sentences about importance of trees. Trees are the best friends of humanity. Trees give oxygen which we need to breathe. Without trees we cannot survive. Trees are valuable as gold. But why? By Mahatma Gandhi. നിങ്ങളുടെ പൂക്കളോ മൃഗത്തിലോ ആണ് അവൻ മൃദുവായി വേണം കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞത്. നമസ്കാരം. രാമായണത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. ദശരഥ മഹാരാജാവിന്റെ 3 ഭാര്യമാർ ആരല്ല? നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് പകർച്ചവ്യാധികൾ തടയാൻ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളാണ്. നിലത്ത് വീണു കിടക്കുന്ന പക്ഷിമൃഗാദികൾ കഴിച്ചതുമായ ഫലങ്ങൾ കഴിക്കരുത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ചുതിമുറി ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴിക്കുക. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കുക. പുറമേ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാവൂ. വ്യക്തിശുദ്ധിയുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുക. ഇത്രയും പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സടയൊക്കെ ചേർത്ത് ഞാൻ എന്നോട് പാടാൻ പോകുന്ന പാട്ടാണ് നാനാ കൊച്ചുതുമ്പി പാട്ട്. ഒന്നാനാ കൊച്ചുതുമ്പി. രാമായണത്തിലെ കുറച്ച് വരികൾ ചൊല്ലാം. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേ ഭവാനി ഞാൻ. Good morning everybody. Here I am going to recite a poem, The Playtime, written by Macmillan. Girls and boys come out to play. The moon is shining as bright as day. Leave your supper, leave your sleep.
സഹസ്രനാമത്തിലെ 9ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമദവിം വിദ്ധി ഗച്ഛധാത യഥാ സുഖം. ജ്യേഷ്ഠനായ രാമനോടും ജ്യേഷ്ഠത്തിയായ സീതയോടുമൊപ്പം വനത്തിൽ പോവാൻ ഒരുങ്ങുന്ന ലക്ഷ്മണനെ അമ്മയായ സുമിത്രാദേവി ഉപദേശിക്കുന്ന ഭാഗമാണിത്. ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനായും ജ്യേഷ്ഠത്തിയായ സീതാദേവിയെ നിന്റെ അമ്മയായി കരുതണമെന്നും വനത്തെ അയോധ്യയായി, അതായത് നിന്റെ രാജ്യമെന്നു കരുതി സുഖമായി പോയി വരൂ മകളെ എന്നു സുമിത്രാദേവി ഉപദേശിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, എങ്ങനെ ക്ഷമിക്കണം എന്ന് പഠിക്കണം. ഇത് കാരണത്തിന് ഉറടമായ മലർച്ചയുടെ ഭാഗങ്ങളാണ്. അവരുടെ അമ്മയെന്ന് മലർച്ചയെ അറിയപ്പെടുന്നു. ക്ഷമ എന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ്. ഏതൊരു ഹൃദയത്തിനാണോ ആ ഒരു കഴിവുള്ളത് അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആരോഗ്യമുള്ള മനസ്സിന് ക്ഷമ അനിവാര്യമായ ഘടകമാണ്. ക്ഷമയില്ലെങ്കിൽ സ്നേഹമില്ല, സ്നേഹമില്ലെങ്കിൽ ക്ഷമയില്ല. ക്ഷമയാണ് ശക്തിയുടെ ഗുണം. Today I would like to tell you story of Rama. Ramayana is a holy book of Hindus. It was written by Saint Valmiki. It tells us the story of Rama, the 7th avatar of Krishna. Ayodhya was an ancient city. It was ruled by King Dasharatha. He had 4 sons and 3 wives. Rama was Kausalya's son. Lakshmana and Shatrugna were Sumitra's sons, while Bharata was Kaikeyi's son. Sita, daughter of King Janaka, chose Rama as her bridegroom of a Swayamvara ceremony. After marriage, Dasharatha wanted to offer the crown to Rama, but Kaikeyi murdered her son. Bharata became the king. Finally, Dasharatha ordered to Rama to go in the exile for 14 years. Good morning, everyone. Today, I would like to speak a few words about Swami Vivekananda's famous thought. Service to mankind is service to God. It is a great purpose. Manav Seva is in Vivekananda's opinion the worship of God. Man is a social being. He has some duties. Your mind is a garden, your thought are the sea. You can grow flowers or you can grow weeds, but you will never. A pen can do mistakes, but a pencil cannot, because it has a good friend eraser. Only a true friend can erase your mistakes and make you perfect. By A.P.J. Abdul Kalam. നമസ്കാരം. ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത് രാമായണത്തിലെ ചില ചോദ്യങ്ങളാണ്. സാധാരണയായി കർക്കിടക മാസത്തിൽ കേരളത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമേത്? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട് രചിച്ചതാര്? ഒന്നാം വേലയ്ക്ക് ചെന്നു വാങ്ങിച്ചു 1.5 വെട്ടി പാവയ്ക്ക. എനിക്കും വേണം പാവയ്ക്ക, എന്റെ അമ്മയ്ക്കും വേണം പാവയ്ക്ക. പാവയ്ക്ക പറിച്ചോളൂ നിങ്ങൾ, പാവയ്ക്ക വള്ളി പാവയ്ക്കരുതേ, പാവയ്ക്ക വള്ളി പാവയ്ക്കരുതേ. രണ്ടാം വേലയ്ക്ക് ചെന്നു വാങ്ങിച്ചു ലക്ഷ്മണോപദേശത്തിലെ ചില വരികൾ ഞാനിവിടെ ചൊല്ലാം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയെന്നും രാമൻ വനവാസത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്തയറിഞ്ഞ ലക്ഷ്മണൻ അതീവ കോപിഷ്ഠനാകുന്നു. കോപക്രാന്തനായി ശ്രീരാമസന്നിധിയിലെത്തിയ ലക്ഷ്മണനെ ശ്രീരാമൻ സ്വാന്തനിപ്പിക്കുന്ന സമചിത്തനാക്കാൻ നൽകുന്ന ഉപദേശമാണ് ഈ ഭാഗം. മത്സരബുദ്ധിയെ വെടിഞ്ഞ് അഭ്യർത്ഥിക്കുന്നു.
അതായത് സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞ്. ഞാൻ ഇന്ന് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ് ചൊല്ലാൻ പോകുന്നത്. രാഘവ രാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാതിരാജനായിരു ലോകം. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ കുറച്ചു വരി പാട്ടാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. മായാമിതമാ കനകമൃഗം കണ്ടു മായാ ശ്രീകയും രാമചന്ദ്രൻ ചെയ്ത ഭർത്താവേ. Good morning. Here we are going to recite a poem, The Township, written by Ivan Thomas. I live in a town in a state. It's crowded with traffic and. നമസ്കാരം. ശ്രീമതി ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞങ്ങൾ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ഓണനാളൂണിയും എത്താമെന്നിട്ട് ഓമനത്തോടെ വരാമതെന്തേ and my teachers and my dear friends. Today I have prepared speech and solution to save our earth. We live on our planet Earth. We get air, water, food, shelter and everything from Mother Earth. But as you all know, നമസ്കാരം. ഇന്ത്യ യുദ്ധത്തെ തൊട്ടുണർത്തിയ പണ്ഡിതരും തത്വചിന്തകനും സന്യാസിവര്യനുമായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്ത വാചകം മാനവസേവയാണ് മാധവസേവ എന്ന വാക്യത്തെ ആധാരമാക്കിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിസ്സഹായനായ മനുഷ്യരെ സഹായിക്കുന്നവന് ഈശ്വരനെ പൂജിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുടെ ദുഃഖ ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നിർത്തി ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും യാതൊരു ഫലവും ലഭിക്കുകയില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമമായി കരുതുമ്പോൾ അവരെ സഹായിക്കും. Learning is graduated. Graduating is to thinking. Thinking provides knowledge. Knowledge makes it great. By APJ Abdul Kalam. നമസ്കാരം. രാമായണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ പോകുന്നത്. രാമായണ കഥ ആരാർക്കും ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത്? ശരി ഉത്തരം ശിവൻ പാർവതി. I am Adulya Shankar. I am studying in UKG A1. A little bit. I am ding dong bell, push in the bed. Who put the ring? It is the witchy. Who put the lamp? It is the witchy. Yeah. താലത്തിൽ പേരുണ്ട് പേര് ചൊല്ലിച്ചു അമ്പളിയമ്മാവൻ നല്ലോരമ്പളിയമ്മാവൻ. നമസ്കാരം. ഹെൽത്ത് ക്ലബിലെ അംഗമായ ഞാൻ നല്ല ശീലങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ പത്രം വായിക്കാത്തവരാരൊക്കെ? രണ്ടു നേരവും കൃത്യമായി പല്ലു തേക്കാത്തവരാരൊക്കെ? രണ്ടു നേരവും കൃത്യമായി പല്ലു തേക്കണം. അതായത് രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് ശേഷം. നമസ്കാരം. രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിലെ വാൽമീകാശ്രമ പ്രവേശം എന്ന ഭാഗത്ത് നിന്നും എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടു നിങ്ങൾ മോഷ്ടിച്ചും ഒക്കെയാണ് തന്റെ കുടുംബം പുലർത്തിയിരുന്നത്. ഒരു ദിവസം സപ്തർഷിമാർ ആ വഴിയെ വരികയുണ്ടായി. അങ്ങനെ മുന്മാരെ കണ്ട ഈ കാട്ടാളൻ വേഗം തന്നെ അവരുടെ അടുത്ത് ഓടിച്ചെന്നു. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ആ പാണ്ഡങ്ങൾ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട മുനിമാർ ചോദിച്ചു, നീ എന്തിനാണ് ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നത്? നീ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്?
അപ്പോൾ ഈ കാട്ടാളന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് ഈ ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഭക്ഷണം കഴിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മുനിമാർ ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്യുന്ന ദുഷ്കർമ്മത്തിന്റെ ഫലം അവരും കൂടി അനുഭവിക്കുമോ എന്ന് നിങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് വരിക. അത്രയും സമയം ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് മുനിമാർ പറഞ്ഞു. ഇത് കേട്ട് രത്നാകരൻ വേഗം ഭാര്യയോടും കൊച്ചുങ്ങളോടും ഈ കാര്യം ചോദിക്കുവാനായി ചെന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോ ഞാൻ ചെയ്യുന്ന ഈ ദുഷ്കർമ്മത്തിന്റെ ഫലം നിങ്ങൾ